ഹായ് ഹലോ, ഇന്ന് കേക്ക് ബോർഡ് കൊണ്ടൊരു കിട്ടിലെ ഹോം ഡെക്കറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ത്രെഡാണ്. ഞാൻ ജൂട്ടിൻ്റെ ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേറെ ഏത് കളർ ത്രെഡ് എടുത്താലും ഈ ജൂട്ടിൻ്റെ അത്രയും ലുക്ക് കിട്ടില്ല. അടുത്തത് കുറച്ച് നീളത്തിനായിട്ട് 6 പീസ് ജൂട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതാ 2 ജൂട്ട് വീതം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുടിയൊക്കെ പിന്നത്തില്ലേ, അതുപോലെ പിന്നിയെടുക്കണം. അപ്പോൾ കോലമുടിയാണെങ്കിൽ എൻ്റെ മുടി കുറച്ച് നീളം മുടി ആയതുകൊണ്ട് ഡെയിലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഈ പിന്നൽ. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് പിന്നി എടുത്തിട്ട് വരാവേ. ആദ്യം കുറച്ച് പിന്നലിലൊക്കെ സെലോ ടാപ്പ് ഒട്ടിയിരുന്നെങ്കിലും പിന്നെ അങ്ങ് ഇളവിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ കയ്യിൽ വെച്ചിട്ട് അങ്ങ് പിന്നി എടുത്തു. ജൂട്ട് പിന്നി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ കേക്ക് ബോർഡിന് ചുറ്റുമായിട്ട് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ. മിച്ചം വന്ന നൂലെല്ലാം ഒരു കത്രി ഉപയോഗിച്ച് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പിസ്താ ഷെൽസ് ആണ്. ഇനി ഈ പിസ്താ ഷെൽസ് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടി ഗ്ലൂ ഗൺ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ പിസ്താ ഷെല്ലിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ അടുത്തുള്ള പിസ്താ ഷെല്ല് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ രൂപം കിട്ടുമേ. അങ്ങനെ ഞാനൊരു 3 ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഈ പിസ്ത ഫ്ലവേഴ്സ് നമുക്കിത് ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 3 ഫ്ലവേഴ്സ് അടുപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ വാൾ ഡെക്കർ തൂക്കിയിടാൻ വേണ്ടി ഒരു ചൂട്ടും കൂടി ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. പരിപാടി തീർന്നെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇനി ഒരു പെൻസിൽ ഉപയോഗിച്ചാണ് ഞാനൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പം തന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഈ മോൾഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ലേ. അപ്പോൾ ഈ ക്ലേ ആണെന്ന് വെച്ചാൽ 2 പീസാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് വേണം എടുക്കാൻ. ഇത് രണ്ടും കൂടെ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേഗം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോവേ. അപ്പോൾ ഞാനിത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വേർഡ്സിൻ്റെ പുറത്തൂടെ പശ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്ലേ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് വേഗം തന്നെ ഒട്ടിച്ചെടുക്കാം. ഇത് സ്പീഡിലാണ് കാണിക്കുന്നതെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുത്തേ. അപ്പോൾ എഴുതിയിരിക്കുന്ന സ്വീറ്റ് ഹോം എന്നാണ്. എന്നിട്ടൊരു ചെറിയ വീടും കൂടെ ഞാൻ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ ഞാൻ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളറും കൂടി അടിച്ചിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാവേ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വാൾ ഡെക്കറാണ് കേട്ടോ ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.